വലിയ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നടത്താവുന്ന ഒരു കൃഷിയാണ് മുയൽ കൃഷി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കത് വലിയ ചിലവൊന്നും വരുന്നില്ല. ഇപ്പൊ നമുക്ക് ഈ മുയലുകളെ നമുക്ക് വളർത്തണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പച്ച പുല്ലും അതുപോലെ നമുക്ക് റേഷൻ അരി ഉണ്ടെങ്കിൽ റേഷൻ അരിയിൽ ചോറും വെച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് കൊടുക്കുന്നതിന് അത് വീട്ടിൽ തന്നെ അത് കിടന്ന് വലുതാവുകയും അപ്പൊ അത് തന്നെ ഒരുപാട് പ്രത്യുൽപാദനങ്ങൾ നടത്തുകയും ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ 2 മുയലുകളെയാണ് ആദ്യം കൊണ്ടുവന്നത്. ഈ 2 മുയലുകൾ പ്രസവിച്ചാണ് എനിക്ക് ഇത്രയും ഒരു ഒരു ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഒരു 30-ലധികം മുയലുകൾ എന്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഒരു എനിക്ക് തന്നെ ഒരു 6 മാസത്തിനുള്ളിലാണ് എനിക്ക് ഇത്രയും ഒരു മുയലുകൾ കിട്ടിയത് തന്നെ. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ ഒരു പ്രസവം തന്നെ ഒരു മുയൽ പ്രസവിക്കുമ്പോൾ 7-8 മുയലുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു വളരെ ഒരു ചെറുകിട ബിസിനസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുയലിനോട് ഭയങ്കര ക്രൈസുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഈ മുയലുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവര് വീട്ടിലൊക്കെ പറഞ്ഞ് അവര് മുയൽ മേടിക്കുന്ന ഒരു സന്ദർഭങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ മുയൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ചെറിയൊരു ബിസിനസ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ വലിയ ചിലവുകളൊന്നുമില്ല. നമുക്ക് നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ളതുപോലെ തന്നെ പുല്ലുകളൊക്കെ പറിച്ചിട്ട് കൊടുത്ത് അവർക്ക് നമുക്ക് തീറ്റയിൽ കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയ കൂടുകൾ എന്ന് വെച്ചാൽ ഞാൻ വലിയ പൈസ മുടക്കി ഉണ്ടാക്കിയ കൂടുകളൊന്നുമല്ല. ഞാനിത് തൊട്ടടുത്തുള്ള ആക്രി കടയിൽ പോയിട്ട് അവിടെ ഞാൻ നല്ല തിരക്കുമ്പോൾ നല്ല നല്ല കൂടുകൾ അവിടെ കിട്ടും. അവിടെ നല്ല ചെറിയ രൂപയ്ക്ക് ഒരു 50-100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവർ നമുക്ക് കൂട് തരും. ആ കൂട് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് നെറ്റൊക്കെ വെച്ച് കെട്ടി അതിലാണ് ഞാൻ മുയലിനെ വളർത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കൂടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ വലിയ കൂടൊന്നുമല്ല, വളരെ എക്സ്പെൻസീവ് ചെയ്ത് ഉണ്ടാക്കിയ കൂടൊന്നുമല്ല. അത് ഈ ആക്രിക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയൊരു നെറ്റൊക്കെ ഉപയോഗിച്ച് കിട്ടുന്ന ആ ഒരു കൂടൊക്കെ വെച്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കൂടി തന്നെ നമുക്ക് ഇവയെ വളർത്തി വലുതാക്കി നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞില്ലേ 2 മുയലുകൾ തുടങ്ങിയതാണ് ഞാനിപ്പോ. ഇപ്പൊ ഒരു 30 പരം മുയലുകളുണ്ട്. ഇതിൽ ഞാൻ ഒരുപാട് മുയലുകളെ വിൽക്കാനും ചിലവർക്ക് വളർത്താനും ചിലവർക്ക് ഫുഡ്, അതായത് മുയലിറച്ചി അവര് മാംസം എടുത്ത് അവരുണ്ടാക്കി കഴിക്കാൻ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മുയൽ കൃഷി ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു ലാഭം പോകുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ മുയൽ കൃഷി എന്ന് പറയുന്നത്. വളരെ ചിലവൊന്നുമില്ല. തുച്ഛമായ ചിലവിൽ ചെയ്യാവുന്ന ഒന്നാണ് ഈ മുയൽ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മുയൽ കൃഷി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മുയലുകൾ വേണമെങ്കിൽ നമ്മൾ DM ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച് വൈൻഡിങ് അപ്പ്.